ഹലോ, ഇന്ന് നമുക്ക് രസമായാലോ? അപ്പോൾ രസം ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴുത്ത തക്കാളി ഇട്ട്, ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്ത് നല്ല രീതിക്ക് നമുക്ക് നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ടത് മിക്സ് ആകുന്നവരെ നന്നായിട്ടൊന്ന് ഉടച്ച് അത് ചതച്ചെടുക്കണം കേട്ടോ. അപ്പം അത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ മുഴുവൻ കുരുമുളകും പിന്നെ ചെറിയ ജീരകം കൂടി ചേർത്ത് ഞാൻ മിക്സിയിലിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. കല്ലിലിട്ട് ചതയ്ക്കുവാണെങ്കിൽ അതായിട്ട് നല്ല ഒത്തിരി അരഞ്ഞു പോകണ്ട, ചതച്ചെടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുക്കണേ. അതിലേക്ക് നമുക്കിനി കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. അതായത് നമ്മുടെ മല്ലിപ്പൊടി, നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. തെറ്റിപ്പോകരുത് കേട്ടോ, കുടംപുളിയല്ല, വാളംപുളിയാണ്. വാളംപുളി എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണോ രസം ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വാളംപുളിയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ആദ്യം നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ അടുപ്പിൽ വെച്ചിട്ടില്ലായിരുന്നു. ഇനിയിപ്പം വെള്ളവും കൂടി ഒഴിച്ച് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് രസം തിളയ്ക്കാനായിട്ട് വെക്കണം കേട്ടോ. ഇതാ രസം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ടത് ചേർത്ത് കൊടുക്കണേ. ഇനി അതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു, കടുകിട്ടു. അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കത് താളിച്ച് രസത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.